ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകത്തിലേക്ക് ആകർഷിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന പുറപ്പാട് പുസ്തകം 26 അധ്യായത്തിന്റെ 1 വാക്യം മുതലാണ്. ആ അധ്യായത്തിൽ തിരുനിവാസത്തെ മറയ്ക്കുന്ന കർട്ടനുകൾ അല്ലെങ്കിൽ പാളിക, അതേപോലെ തന്നെ അതിനെ നേരെ നിർത്തുന്ന പലകകൾ അക്കേഷ്യ തടി വെച്ച് ഒന്നിച്ച് സ്വർണം പൂശി അക്കേഷ്യ തടി വെച്ച് തിരുനിവാസത്തിന്റെ ആ കൂടാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ തിരുനിവാസത്തിനകത്ത് 1 അധ്യായം, അതായത് 26 അധ്യായത്തിന്റെ 1 വാക്യം മുതലാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ അതിനെ പണി കഴിക്കുമ്പോൾ പുറപ്പാട് 36 8 മുതൽ 38 വരെയാണ് നമ്മൾ അതിന്റെ പണി പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാനും ചിന്തിക്കാനും പോകുന്നത്. അതായത് ഈ തിരുനിവാസത്തിന്റെ കർട്ടനും അതിനെ മൂടിയിരിക്കുന്ന ചില പാളികൾ, അതായത് 4 പാളികൾ വെച്ചാണ് അതിനെ മൂടിയിരിക്കുന്നത്. അത് ഈ തിരുനിവാസം പണി കഴിക്കുമ്പോൾ ചില വസ്തുക്കൾ മോശയോട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം പുറപ്പാട് 25 അവസാന വാക്യത്തിൽ പ്രത്യേകം മോശ ശ്രദ്ധിക്കേണ്ടത് അവനെ കാണിച്ചു കൊടുക്കുന്ന എങ്ങനെയാണോ സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കുന്ന ആ ദൃശ്യം, പർവ്വതത്തിന്റെ മണ്ടയ്ക്കാണെന്ന് പറഞ്ഞാലും ആ ദൃശ്യം കാണിച്ചു കൊടുക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അതേ ആ രൂപത്തിലും അവിടെ കാണിക്കപ്പെടുന്ന അതേ രൂപത്തിൽ വേണം ഇവിടെ തിരുനിവാസത്തിന്റെ കൂടാരം പണിയാം. അപ്പോൾ ചില വസ്തുക്കൾ മോശയോട് ഉപയോഗിക്കാൻ പറഞ്ഞു. അതിന്റെ നമ്മളതിനെ ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. ആ വസ്തുക്കളും ചില ലോഹങ്ങളും അതേപോലെ തന്നെ ചില മൃഗങ്ങളുടെ തോലുകളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ചില നൂലുകളും ചില തുണികളും, അതിനെക്കുറിച്ചാണ് നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ തിരുനിവാസം പണി കഴിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ലോഹം എന്ന് പറയുന്നത് ഈ സ്വർണമാണ്. നമ്മൾ നിയമപ്പെട്ടകത്തിന്റെ കാര്യവും അതേപോലെ തന്നെ വിളക്കിന്റെ കാര്യവും നമ്മൾ കണ്ടു. സ്വർണം ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ വെള്ളി, വെങ്കലം, അതേപോലെ ചില തുണികളും ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം സ്വർണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സ്വർണം ദൈവത്വത്തിന്റെ കാണിക്കുന്നത്, അതായത് ദൈവികമായതിനെയാണ് കാണിക്കുന്നത്. ആ ദൈവികമായ സ്വർണം ഇപ്പോൾ ഈ പാളിക പണിയുമ്പോൾ അല്ലെങ്കിൽ ആ കർട്ടനുകൾ നിർമ്മിക്കുമ്പോൾ സ്വർണത്തിനെ നന്നായിട്ട് അടിച്ച് ഒരു നൂല് പോലെ ആക്കിയിട്ട് വേണം ഈ പാളികയ്ക്കുള്ളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി. സ്വർണം അത് ശരിക്കും നല്ലൊരു ഗോൾഡ് സ്മിത്ത് അല്ലെ സ്വർണ്ണ ഉപകരണങ്ങൾ പണിയുന്ന ആളിന്റെ ഒരു പണിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേ സ്വർണം നൂല് പോലാക്കി സ്വർണം ദൈവികമായതിനെ കാണിക്കുന്നു. അത് നമുക്ക് തിരുനിവാസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തെ നിയമപ്പെട്ടകത്തിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്നതും സ്വർണം പൂശിയും അതുപോലെ തന്നെ കരുണാസനവും സ്വർണം കൊണ്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതേ സ്വർണം തന്നെയാണ് ഈ പാളിക അല്ലെങ്കിൽ കർട്ടന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ടത്. സ്വർണത്തിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തേണ്ടത് നീല ചരടും പർപ്പിൾ ചരടും അതേപോലെ തന്നെ കടും ചുമപ്പ് നൂലുകളും, വെള്ള നൂലും ഫൈൻ ലിനന്റെ നൂലും, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വേണം ഈ ആദ്യത്തെ കർട്ടൻ ഉണ്ടാക്കാൻ. ആദ്യത്തെ കർട്ടൻ തന്നെയല്ല, തിരുനിവാസത്തിന്റെ തിരിശീലയും അതേപോലെ തന്നെ എൻട്രൻസിൽ വരുന്ന കർട്ടനും ഇതേ മെറ്റീരിയൽ വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്വർണം അതേപോലെ തന്നെ നീല, കടും ചുമപ്പ്, പർപ്പിൾ, ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വെള്ള ലിനൻ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വേണം ഈ കർട്ടൻ ആദ്യത്തെ പാളിക ഉണ്ടാക്കാൻ വേണ്ടി.
ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം, ഈ സ്വർണം ദൈവികമായതിനെ എടുത്ത് കാണിക്കുന്നു. അതേപോലെ തന്നെ നീല എടുത്ത് കാണിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തു, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം മനുഷ്യനാകുകയായിരുന്നല്ലോ. മനുഷ്യൻ ദൈവം ആകുകയല്ലായിരുന്നു, ദൈവം മനുഷ്യനാകുക. തന്റെ ഏകജാതനായ പുത്രനെ, അതായത് പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച സ്വർഗത്തിൽ നിന്നാണ്. അതാണ് ഈ നീല ചരടിനെ എടുത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ നീലയും സ്വർണം കൂടെ ഒന്നിച്ചു വരുമ്പോൾ കാണുന്നത് ദൈവികമായതും 100% ദൈവികമായതും 100% മനുഷ്യനും ആയിട്ടുള്ള ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്ന പർപ്പിൾ, അതായത് രാജകീയമായ ഒരു കളറാണ് ഈ പർപ്പിൾ എന്ന് പറയുന്നത്. സാക്ഷാൽ രാജാതിരാജനായ ക്രിസ്തു, അതായത് രാജാക്കന്മാരുടെ രാജാവ്, കിങ് ഓഫ് കിങ്സ്, ഈ രാജാവിനെയാണ് ഈ പർപ്പിളിനെ എടുത്ത് കാണിക്കുന്നത്. പർപ്പിൾ ചരട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ കാണുന്നത് ഫൈൻ ലിനൻ, അതായത് വെള്ള ലിനൻ, പ്യൂരിറ്റിയെ എടുത്ത് കാണിക്കുന്നത്. അതായത് കളങ്കമില്ലാത്ത ക്രിസ്തു, പാപമില്ലാത്ത ക്രിസ്തുവിനെയാണ് എടുത്ത് കാണിക്കുന്നത്. ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഈ ഫൈൻ ലിനൻ, പിന്നെ നമ്മൾ ഔട്ടർ കോട്ട്, അല്ലെങ്കിൽ ഈ ആരാധന നടക്കുന്ന കൂടാരത്തിന്റെ ഏറ്റവും ഔട്ട്സൈഡിലുള്ള വേലി പോലും ഈ ഫൈൻ ലിനനെ വെച്ച് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈൻ ലിനൻ കളങ്കമില്ലാത്ത ക്രിസ്തുവിനെ കാണിക്കുന്നു, പ്യൂരിറ്റി. അതേപോലെ തന്നെ ബ്ലൂ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തു. അതുപോലെ തന്നെ പർപ്പിൾ എന്ന് കാണിക്കുന്നത് രാജീയമായ രാജാതിരാജനും കർത്താവായ ക്രിസ്തുവിനെയാണ് ഈ പർപ്പിൾ കാണിക്കുന്നത്. കൂടാതെ കടും ചുമപ്പ് കാണിക്കുന്നത് ഈ രക്തത്തിനെ കുറിച്ച്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയ രക്തം. അതായത് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം, അതായത് രക്തച്ചൊരിച്ചിലില്ലാതെ പാപ വിമോചനമില്ല. അപ്പൊ രക്തം ചൊരിയുന്നത്, പാപ കറകളെ നീക്കാൻ വേണ്ടി രക്തം ചൊരിയുന്നത് ദൈവത്തിന്റെ ഒരു നിയമമാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും വരാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ചുമപ്പ് കളർ അവിടെ വന്നിരിക്കുന്നത്. ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കർട്ടൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം മോശയോട് പറയുന്നത്, ഇത് ഈ വെള്ള കളറിലെ ഈ നൂല്, അതായത് ഫൈൻ ലിനന്റെ ഉൾപ്പെടുത്തുന്നത് കെരൂബുകളെ നല്ല രീതിയിൽ ചിത്രീകരിക്കാനായിട്ട് ഈ കർട്ടനിൽ പറയുന്നുണ്ട്. അപ്പം ഇത് ചില്ലറ കാര്യമൊന്നുമല്ല, നല്ലൊരു കലാകാരന്റെ ഒരു വേലയാണ്. നല്ല രീതിയിൽ സ്വർണവും ഈ ബാക്കിയുള്ള കളർ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വേണം ഈ കർട്ടൻ ഉണ്ടാക്കാൻ. കൂടാതെ ഈ കെരുവുകളുടെ കാര്യം പറയുന്നുണ്ട്. ചിത്രീകരണം എന്ന് പറയുമ്പോൾ ഈ കെരുവുകളുടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വാൾ ഇല്ലാത്ത കെരുവുകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവിടെ കെരുവുകൾ വന്ന് നിന്നു, വാളും കൊണ്ട് നിന്നു കെരുവുകൾ. ഇവിടെ മനുഷ്യനെ അടുപ്പിക്കാതിരിക്കാനാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ജീവന്റെ വൃക്ഷത്തിലേക്ക് മനുഷ്യൻ ഈ ഒരു വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നടക്കുന്നതിന് മുമ്പേ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതിരിക്കാനും വേണ്ടി കെരുബുകളെ നിർത്തി മനുഷ്യനെ അകന്ന് നിർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ ഉൽപ്പത്തി 3 കാണിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ തിരുനിവാസം പണിയുമ്പോൾ മനുഷ്യന്റെ പാപത്തിനൊരു പരിഹാരം, അല്ലെങ്കിൽ മനുഷ്യന്റെ പാപത്തിനെ ഒരു യേശുക്രിസ്തുവിനെ സൂചിപ്പിച്ച് കാണിക്കുന്ന രംഗം വരുമ്പോൾ അവിടെ കെരുബുകൾക്ക് വാളില്ല. അതായത് മനുഷ്യൻ ഇനിയും ഭയത്തോടെ ദൈവസന്നിധിയിൽ വരേണ്ട, അതായത് മനുഷ്യൻ അകന്ന് നിൽക്കാതെ സ്വാഗതം ചെയ്യുന്ന ക്രിസ്തു, അല്ലെങ്കിൽ വാളില്ലാത്ത കെരുവുകളെയാണ് നമ്മൾ കാണുന്നത്. അതായത് മനുഷ്യൻ ആകർഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ വാൾ ഇല്ലാത്ത കെരുവുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഈ തിരുനിവാസത്തിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് വെള്ളി കൊണ്ടാണ് ഈ കൂടാരത്തിന്റെ പലകകളെ, വെള്ളി സോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ പലകകളെ
നേരെ നിവർത്തി നിർത്തുന്നത്. ഈ അക്കശ്യ തടി, സ്വർണം പൂശിയ അക്കശ്യ തടിയെ അതിനെ ഒരു രൂപം വരുത്തുന്ന ഈ അക്കശ്യ തടിയാണ്. ഈ അക്കശ്യ തടി വെള്ളിയുടെ സോക്കറ്റിലാണ് അതിനെ ഉറപ്പിച്ചു നിർത്തുന്നത്, നേരെ നിവർത്തുന്നത്. അപ്പൊ ഈ വെള്ളി എന്ന് പറയുന്ന ലോകം കാണിക്കുന്നത് തന്നെ വീണ്ടെടുപ്പിനെ ആണ് എടുത്ത് കാണിക്കുന്നത്. നമുക്ക് ഈ വേദപുസ്തകത്തിൽ നമ്മൾ പ്രത്യേകം കാണുന്നത് വെള്ളി എന്ന് പറയുന്നത് യോസേപ്പിനെ 20 വെള്ളിക്കാശിന് വേണ്ടി വിറ്റു അവൻ സ്വന്തം സഹോദരന്മാർ. സക്കറിയ പ്രവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. ഈ ഇടയനായ ക്രിസ്തു കൊടുത്ത ഡെയിലി വേജസ് എന്ന് പറയുന്നത് സക്കറിയ പ്രവചനം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇടയനായ ദൈവത്തിന് കൊടുത്ത വേലയ്ക്ക് കൊടുത്ത 30 വെള്ളിക്കാശാണ്. ഈ 30 വെള്ളിക്കാശ് എടുത്തിട്ട് വീണ്ടും ദേവാലയത്തിന് ഉള്ളിൽ എറിയുന്നതായിട്ടാണ് നമുക്ക് ഈ പുറപ്പാട് പുസ്തകം സക്കറിയ പ്രവചനം 11-12 മുതൽ നമ്മൾ വായിക്കുന്നത്. വെള്ളിക്കാശ് അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ 30 വെള്ളിക്കാശും കൊണ്ടാണ് യൂദ യേശുക്രിസ്തുവിനെ വിറ്റത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 5 വാക്യത്തിൽ നമ്മൾ കാണിക്കുന്ന വെള്ളിക്കാശും കൊണ്ട് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ ആ വെള്ളിക്കാശും കൊണ്ട് തിരികെ ദേവാലയത്തിനുള്ളിൽ ചെന്ന് മഹാപുരോഹിതനെ ഏൽപ്പിച്ചു. അത് ആലയത്തിനുള്ളിലേക്ക് എടുത്ത് എറിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ വീണ്ടെടുപ്പിനുള്ള കുഞ്ഞാടിനെ മഹാപുരോഹിതനെ ഏൽപ്പിക്കുന്നത്, മഹാപുരോഹിതൻ 30 വെള്ളിക്കാശ് കൊടുത്താണ് ഈ വീണ്ടെടുപ്പിനുള്ള കുഞ്ഞാടിനെ, അതായത് നമ്മുടെ വീണ്ടെടുപ്പിനുള്ള യേശു ക്രിസ്തുവിനെ വിലയ്ക്ക് വാങ്ങിക്കുന്നത് ഈ 30 വെള്ളിക്കാശും കൊണ്ടാണ്. അപ്പം വെള്ളി വീണ്ടെടുപ്പിനെ എടുത്ത് കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു ലോഹം എന്ന് പറയുന്നത് വെങ്കലമാണ്. അതായത് ചെമ്പും തകരം കൂടെ ഒന്നിച്ചു ചേരുന്ന വെങ്കലം എടുത്തു കാണിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയാണ്. ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യനെടുക്കാതെ യേശുക്രിസ്തു തന്നെ ദൈവത്തിന്റെ ക്രോധം, പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി മുഴുവൻ ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽക്കുന്ന ആ ഒരു ഇതിനെയാണ് സൂചിപ്പിച്ച് കാണിക്കുന്നത് വെങ്കലം. ആ വെങ്കലം കൊണ്ടാണ് പുറത്തുള്ള യാഗപീഠവും അതേപോലെ തന്നെ ബ്രേസൺ ലേവർ, അതായത് വെള്ളം നിറച്ചിരിക്കുന്ന ലേവർ താളിക, വെങ്കലം കൊണ്ടുള്ള താളിക പണിഞ്ഞിരിക്കുന്നതും ഈ വെങ്കലം കൊണ്ടാണ്. വീണ്ടും നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ആദ്യത്തെ പാളിക ഇന്ന് നല്ല നിറമായിട്ട് പണിഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത പാളിക എന്ന് പറയുന്നത് നല്ല നിറമുള്ള നീലയും ചുവപ്പും വെള്ളയും പർപ്പിളും കൂടെ ചേർന്നുള്ള ആണ് ആദ്യത്തെ പാളിക. ഇത് ക്രിസ്തുവിനെ എടുത്ത് കാണിക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ അടുത്ത പാളിക വീണ്ടും അതിനെക്കുറിച്ച് 5-5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ സ്വർണം കൊണ്ടുള്ള വളയം ഉപയോഗിച്ച് ഇതിനെ ബന്ധിക്കുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാൻ ഇപ്പോൾ ഉള്ള സമയമില്ല. അതുകൊണ്ട് അടുത്ത പാളിക എന്ന് പറയുന്നതാണ് ഗോഡ്സ് ഹെയർ, അല്ലെങ്കിൽ ആടിന്റെ തോൽ ഉപയോഗിച്ചാണ് അടുത്ത പാളിക. ഈ ആദ്യത്തെ പാളികയുടെ മണ്ടയ്ക്ക് മേലെ വിരിക്കുന്നതും അതുപോലെ തന്നെ തിരുനിവാസത്തിന്റെ പുറവശം മറയ്ക്കുന്നതും ഈ ആടിന്റെ തോലും വെച്ചാണ്. അപ്പൊ ഈ ആടിന്റെ തോല് എന്തിനെ സൂചിപ്പിച്ച് കാണിക്കുന്നത്? ആടിന്റെ തോല് കാണിക്കുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഈ പാപത്തിനെ വഹിക്കുന്ന ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആടുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ 2 ആടുകളെ എടുത്തിട്ട് ഒന്നിനെ അറുത്തു അതിന്റെ രക്തം തിരുനിവാസത്തിനുള്ളിൽ കൊണ്ടുവരികയും മറ്റ് ജീവനുള്ള ആടിനെ എടുത്തിട്ട് അതിന്റെ മേൽ അഹരോന്റെ മക്കളും കൈവച്ചിട്ട് പാപങ്ങൾ, അതായത് ഒരു ജനതയുടെ മുഴുവൻ പാപം ഈ ആടിന്റെ മേൽ ആടിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഒരാള് ഈ ആടിനെ എടുത്തുകൊണ്ട് വരാന്തത്തിൽ അല്ലെങ്കിൽ വിൽഡർനെസ്സിൽ
മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ പാപങ്ങൾ ക്രിസ്തുവാകുന്ന ആട് എടുത്ത് നമ്മുടെ പാപങ്ങൾ നമ്മളിൽ നിന്ന് അകറ്റുന്ന ആടാണ്. അതായത് പാപശാപവും എടുത്ത് മാറ്റുന്ന ഒരു ആടിനെയാണ് നമ്മളിവിടെ കാണുന്നത്. പാപവും ശാപവും എടുത്ത് മാറ്റുന്ന, നമ്മളിൽ നിന്ന് അകറ്റുന്ന ഈ ആട്, അതായത് ക്രിസ്തു ആകുന്ന ആടിനെയാണ് നമ്മൾ ഈ ആദ്യത്തെ പാളിക കഴിഞ്ഞ് രണ്ടാമത്തെ പാളിക ആടിന്റെ തോല് വെച്ച് ഉപയോഗിക്കാനാണ്, നിർമ്മിക്കാനാണ് പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അടുത്ത പാളിക വരുന്ന പറയുന്നത് ഈ ആദ്യത്തെ പാളി കഴിഞ്ഞ് രണ്ടാമത്തെ ആട് ഈ കോലാടാണ്. കോലാട്, അതായത് നമ്മൾ സാധാരണ കാണുന്ന ഗോട്ടാണ് നമ്മുടെ ആടിനെ, നമ്മുടെ പാപത്തിനെയും ശാപത്തിനെയും എടുത്ത് മാറ്റുന്ന ഗോട്ടിന്റെ ഹെയർ, അതായത് കോലാട്. വീണ്ടും മൂന്നാമത്തെ പാളിക എന്ന് പറയുന്നതാണ് ഈ ആട്ടുകൊറ്റൻ, അതായത് റാമിന്റെ തോലെടുത്ത് അതിനെ ചുമപ്പ് കളറിൽ ഡൈ ചെയ്തിട്ട് വേണം മൂന്നാമത്തെ പാളിക. ഇത് എടുത്ത് കാണിക്കുന്ന ഒന്നിന് പകരം, അതായത് നമുക്ക് പകരം യാഗമായത്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒന്നിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കാണുമ്പോൾ വയ്യാത്ത ഒന്നിനെ എടുത്തു മാറ്റി ഒന്നിനെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നത്. അതായത് ഈ ഫുട്ബോളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഹർട്ടായതിനെ മാറ്റിയിട്ട് നമുക്ക് പറ്റത്തില്ലാത്ത കാര്യമാണ് ക്രിസ്തു ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പകരം യാഗമായ ക്രിസ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് നമുക്ക് ഈ പ്രത്യേകിച്ച് ബൈബിളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി നമ്മൾ കാണിക്കുന്ന ഉൽപ്പത്തി 22 ഇസഹാക്കിനെ യാഗം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ദൈവം അവനെ വിലക്കി. ഇസഹാക്കിനെ യാഗം ചെയ്യാതെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ റാം അല്ലെങ്കിൽ ആട്ടുകൊറ്റനെയാണ് നമ്മൾ കാണുന്നത്. ഇസഹാക്കിന്റെ പകരം എബ്രഹാം യാഗം ചെയ്ത ആട്. ഇത് വീണ്ടും ക്രിസ്തുവിനെയാണ് എടുത്തു കാണിക്കുന്നത്. കാരണം റോമാലേഖനം 8:32 റോമാലേഖനം 5:8 നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പകരം ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തുവിനെ യാഗം കഴിച്ച ആ കൊലാട്ടുകൊറ്റനെ തോലെടുത്തിട്ട് രക്തത്തിൽ ഡൈ ചെയ്ത് അല്ലെങ്കിൽ റെഡ് കളറിൽ ഡൈ ചെയ്താണ് മൂന്നാമത്തെ പാളിക വരുന്നത്. അതും ക്രിസ്തുവിനെ ആണ് എടുത്തു കാണിക്കുന്നത്. വീണ്ടും ഏറ്റവും അവസാനത്തെ പാളിക എന്ന് പറയുന്നത് തഹസുവിന്റെ തോലാണ്. മലയാളത്തിൽ തഹസു എന്ന തോൽ എന്നാണ്. തഹസു എന്ന് പറയുന്ന അതേമാതിരി ഹെബ്രായ ഭാഷയിൽ അങ്ങ് തർജ്ജമ ചെയ്തേക്കുവാണ് മലയാളത്തിൽ. തഹസു എന്ന് പറയുന്ന ജീവി എന്ന് പറയുന്ന മലയാളത്തിൽ അങ്ങനെ തഹസു എന്ന് പറയുന്ന ജീവി ഇല്ല. തഹസു എന്ന് പറഞ്ഞ ഹെബ്രായ ഭാഷയിലുള്ള ജീവിയാണ് തഹസു. അത് ഏത് ജീവിയാണെന്ന് വേദ പണ്ഡിതന്മാർക്കും അത്ര വലിയ വ്യക്തതയില്ല. പക്ഷെങ്കിൽ തർജ്ജമ മലയാളത്തിൽ ഇല്ലെങ്കിലും ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ബാഡ്ജർ സ്കിൻ അല്ലെങ്കിൽ പോർപോയ്സ് എന്ന് പറയുന്ന ജീവിയുടെ സ്കിന്നാണ്. അപ്പൊ ഇത് രണ്ടും വേറെ വേറെ ജീവികളാണ്. തർജ്ജമയിൽ നമുക്ക് അത്ര വ്യക്തതയില്ല ഇത് ഏത് മൃഗമാണെന്ന്. പക്ഷെങ്കിൽ ഇപ്പം ബാഡ്ജർ ആണെങ്കിൽ അത് ബാഡ്ജർ എന്ന് പറയുന്ന ഈ ജീവി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മരപ്പട്ടിയുടെ ജീവി സാമ്യമായിട്ടുള്ള ഒരു ജീവിയാണ്. വലിയ കാണാൻ കൊള്ളാത്ത ഒരു തോലാണ്, ആഷ് കളറിലിരിക്കും. പക്ഷെങ്കിൽ പൊർപോയ്സ് എന്ന് പറയുന്ന ജീവിയുടെ തോലാണെങ്കിൽ അത് കടൽ അല്ലെ മലയാളത്തിൽ കടൽ പശു അല്ലെങ്കിൽ ഏകദേശം ഒരു ഡോൾഫിന്റെ രൂപമുള്ള ഒരു ജീവിയാണ് ഈ പോർപോയ്സ് എന്ന് പറയുന്നത്. അതിന്റെ തോൽ വെച്ച് സാധാരണ ചെരുപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യുന്ന ചെരുപ്പുകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ പോർപോയ്സ് സ്കിൻ. പക്ഷേ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത് ഈ ജീവിയുടെ തോലെന്ന് പറയുന്ന അത്ര വലിയ കാണാൻ സുഖമൊന്നുമില്ല. ഇതെടുത്ത് കാണിക്കുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ സാക്ഷാൽ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രൂപമാണ്. അത് മനുഷ്യ രൂപം എന്ന് പറയുന്നത് അത്ര വലിയ എടുത്ത് ആകർഷിക്കപ്പെടുന്ന ഒരു രൂപമല്ലായിരുന്നു. നമ്മൾ ഈ ചില ചിത്രകാരന്മാര് യേശുക്രിസ്തുവിന്റെ പടം വരയ്ക്കുമ്പോൾ വളരെ
കോമളത്വമുള്ളതും സൗന്ദര്യമുള്ള ക്രിസ്തുവിനെയാണ് വരയ്ക്കുന്നത്. പക്ഷെങ്കിൽ യെശയ്യാ പ്രവചനം 53 അധ്യായം 1 മുതൽ 2 വരെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞത് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ലായിരുന്നു. വലിയ ഫ്ലാഷിയോ അല്ലെങ്കിൽ മനുഷ്യൻ ആകർഷിക്കപ്പെടുന്ന ഒരു സൗന്ദര്യമല്ലായിരുന്നു ക്രിസ്തുവിന്റെ. അതാണ് ഈ ബാഡ്ജർ സ്കിൻ അല്ലെങ്കിൽ തഹസുവിന്റെ സ്കിന്നിനെ എടുത്തു കാണിക്കുന്നത്. അതായത് പുറമേ തിരുനിവാസത്തിന്റെ പുറമേ കാണുമ്പോൾ ഒന്നും അത്ര വലിയ ഗ്ലാമർ ഒന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ അതിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് നിറം കൂടുന്നതും സ്വർണവും സൗന്ദര്യവും കൂടുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു. പുറമെ വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ക്രിസ്തു വന്ന് ചെയ്തിട്ട് പോയ പ്രവൃത്തി എന്ന് പറയുന്നത്, രക്ഷയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനുഷ്യനെ കൊണ്ട് ഊഹിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. അതായത് നമ്മളെ കൊണ്ട് പറ്റാത്ത പ്രവൃത്തി, അത്ര സൗന്ദര്യമുള്ള പ്രവൃത്തിയാണ് നമ്മുടെ പാപത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ഈ രക്തം കൊണ്ടും യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തം കൊണ്ടും. അതേപോലെ ആ പ്രവൃത്തി, മനുഷ്യനെ കൊണ്ട് പറ്റാത്ത പ്രവൃത്തി, ഒരു നമ്മളെ ലോകം മുഴുവൻ കൊടുത്താലും ആ പ്രവൃത്തിക്ക് നമുക്ക് ഒരു പകരം കൊടുക്കാൻ സാധിക്കില്ല. അത്ര വലിയ ഒരു പ്രവൃത്തിയാണ് രക്ഷയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ ചിന്തകൾ നമുക്ക് വീണ്ടും ചിന്തിക്കാനും പഠിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.